ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പം നമ്മുടെ ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ഡെയിലി നോക്കുന്ന നമ്മുടെ ഡെയിലി ബൂസ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 115/2024 നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ. ഇതും എന്താണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയിരുന്നു. 38ാമത്തെ ദിവസമാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡെയിലി ഇത് ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം ഇതിൻ്റെ, അതായത് ഡെയിലി നമ്മൾ ഇംഗ്ലീഷും മലയാളവും മാത്സും ചെയ്ത് നോക്കുന്നതിലൂടെ നമുക്ക് എന്താ അത്യാവശ്യം അതിൽ നിന്നുള്ള മാർക്ക് നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് നമുക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. എ പ്ലേസ് വെയർ അനിമൽസ് ആർ ബുച്ചേർഡ് ഇസ് കോൾഡ്. അതായത് അറവുശാല, അനിമൽസിനെ നമ്മൾ കൊല്ലുന്ന ആ സ്ഥലത്തിനെ പറയുന്ന പേരെന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് അതിന്റെ പേരെന്ന് പറയുന്നത്? അതാണ് ആബിറ്റർ എന്ന് പറയുന്നത്. എന്താണ് ആബിറ്റർ? ഏതാണ്? ABATTOIR. ഇതാണ് അതിന്റെ സ്പെല്ലിങ്. ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ, സ്പെല്ലിംഗ് കൂടി ഒന്ന് പഠിച്ചു വെക്കണം. അതായത് അറവുശാല, അതാണ് അതിന്റെ മീനിങ് എന്ന് പറയുന്നത്. കശാപ്പുശാല. ഓക്കെ. അപ്പൊ ഇനി എന്താണ് അറീന? അറീന എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഈ സ്പോർട്സ് ഒക്കെ നടത്തുന്ന ആ ഒരു സ്ഥലമില്ല, അരങ്ങെന്ന് പറയും. പിന്നെ എന്താണ് അരങ്ങ്, അല്ലെങ്കിൽ ആ ഒരു മണ്ണ് വിരിച്ച ആ ഒരു മൈതാനത്തിനെയൊക്കെയാണ് നമ്മൾ അറീന എന്ന് പറയുന്നത്. ഓക്കെ. ഇനി എന്താണ് മെനാഷറി എന്ന് പറയുന്ന? മെനാഷറി മീൻസ് എന്താ? മൃഗശാലയാണ്, മൃഗശാല. ഇനി എന്താണ് ടാനറി? ടാനറി എന്ന് പറയുന്നത് ടാനിക് ആസിഡ്. എന്തിനാ നമ്മൾ പഠിച്ചിട്ടുണ്ട്, തുകലിലുള്ള ആസിഡ് ആണ് ടാനിക് ആസിഡ്. അപ്പൊ ടാനറി എന്ന് പറയുന്നത് ഈ പറയുന്ന തുകൽ നിർമ്മിക്കുന്ന ആ ഒരു തുകൽ അവർ മുറിച്ചെടുക്കുന്ന സ്ഥലമില്ലേ, തുകൽ നിർമ്മാണത്തിന് ആ തുകൽ അനിമൽസിനെ കൊണ്ടുപോയിട്ട് തുകൽ മുറിച്ചെടുക്കുന്ന ആ ഒരു സ്ഥലത്തിന് പറയുന്ന പേരാണ് ടാനറി എന്ന് പറയുന്നത്. 4 എന്ത് ചെയ്യുക, പഠിച്ചു വെക്കണേ. സ്പെല്ലിംഗ് ഉൾപ്പെടെ പഠിച്ചു വെക്കണം. കാര്യം ചിലപ്പോൾ സ്പെല്ലിംഗ് ആയിരിക്കാം ഇത് ചോദിച്ചത് കൊണ്ട് തന്നെ ഇനി എന്താ ചിലപ്പോൾ സ്പെല്ലിംഗ് കയറി ചോദിക്കാനായിട്ട് പറ്റും. മെനാഷറി, ഇതിന്റെയൊക്കെയാണ് സ്പെല്ലിംഗ് പഠിക്കണം. MENAGERIE ആണ് മെനാഷറി എന്ന് പറയുന്നത്. When I arrived at the office, the meeting dash. അല്ലെ, എന്താ പറഞ്ഞിരിക്കുന്നത്? When I arrived, ഞാൻ ഓഫീസിൽ എത്തിയപ്പോഴേക്കും മീറ്റിംഗ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, തുടങ്ങിയിട്ടുണ്ടായിരുന്നു. രണ്ടും എന്താണ്, നടന്ന കാര്യമാണ് അല്ലെ. അപ്പൊ നമുക്കറിയാം, ഒന്നെന്താ ഓൾറെഡി നടന്ന കാര്യത്തിൽ നമ്മൾ അവിടെ ചെന്നപ്പോഴേക്കും മീറ്റിംഗ് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ എന്ത് വേണം? ദ മീറ്റിംഗ് ഹാഡ് ബിഗൻ, മീറ്റിംഗ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതാണ് ആൻസർ ആയിട്ട് പറയുന്നത്. Which of the following is correctly spelled? Liaison എന്ന് പറയുമ്പോൾ എന്താണ്? അതായത് ഒരു കണക്ഷൻ ആണ്, ഓർ കമ്മ്യൂണിക്കേഷൻ ലിങ്ക് ബിറ്റ്വീൻ പീപ്പിൾസ്. അതിനെയാണ് നമ്മൾ ലിയേസൺ, ബന്ധം എന്നൊക്കെ പറയും. അപ്പൊ അതിന്റെ സ്പെല്ലിംഗ് നോക്കിക്കേ. LIAI പിന്നെ എന്താ? സൺ, ലിയേസൺ. എങ്ങനെയാണ് അത് വായിക്കേണ്ടത്? ലിയേസൺ. ഓക്കെ. ഡാഷ് എവരിഡേ ഇംപ്രൂവ്സ് മൈ സ്റ്റാമിന. എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു ആക്ഷൻ ആണല്ലേ പറയുന്നത് അല്ലെ. അപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ ഏത് വരും? ഇവിടെ റണ്ണിങ് ആണ് പറയേണ്ടത്, അതായത് ജെറണ്ട് ആയിരിക്കണം പറയേണ്ടത്. റണ്ണിങ് എവരിഡേ ഇംപ്രൂവ് മൈ സ്റ്റാമിന. നമ്മുടെ ആ ഒരു ഡെയിലി ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്താണ്? ഒരു ആക്ടിവിറ്റി അല്ലേ പറയുന്നത്. റൺ എന്ന് പറയുന്നത് ഒരു ആക്ടിവിറ്റിയാണ്. അതാണ് നമ്മളിവിടെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോഴാണ് നമ്മൾ അതിന് എന്ത് പറയുന്നത്? ജെറണ്ട് എന്ന് പറയുന്നത്, അതിന്റെ ING ഫോം. അപ്പൊ റണ്ണിങ് എവരിഡേ ഇംപ്രൂവ് മൈ സ്റ്റാമിന. എല്ലാ ദിവസവും ഓടുന്നത് എന്റെ സ്റ്റാമിന എന്ത് ചെയ്യുന്നുണ്ട്? ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. They used to live in New York. They used to live. ഇതെന്താണ്? പോസിറ്റീവ് സെന്റൻസ് ആണ്. ടാഗ് എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. ഇവിടെ എല്ലാ ക്വസ്റ്റിലും നെഗറ്റീവാ തന്നിരിക്കുന്നത്. സോ നമുക്ക് എലിമിനേഷൻ പറ്റില്ല. പിന്നെ എന്താണ്? യൂസ്ഡ്. ഇതല്ലേ നമ്മുടെ ഹിന്റ് എന്ന് പറയുന്നത്. യൂസ്ഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അത് യൂസ്ഡ് ടു എന്ന് പറയുമ്പോൾ എന്താണ്? പാസ്റ്റ് ടെൻസ് ആണ് പറയേണ്ടത് അല്ലെ. അപ്പൊ ഇവിടുത്തെ വെർബ് ഏതാ? ഹെൽപ്പിംഗ് വെർബ് എന്ന് പറയുമ്പോൾ എന്ത് വരും? ഡിഡ് വരും. യൂസ്ഡ് അല്ലെ, യൂസ് പ്ലസ് ഡിഡ് ആണ്. അപ്പൊ ഇവിടെ എന്ത് വരണം? യൂസ്ഡ് എന്ന് വരുമ്പോഴേക്കും അത് ഡിഡ് ആണ്, നെഗറ്റീവ് ആണ്. അപ്പൊ എന്ത് വരണം? ഡിഡിന്റെ ദേ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. വാട്ട് ഈസ് എ പാസീവ് ഫോം ഓഫ് ഒബേ യുവർ പാരൻസ്? ഇത് എന്ത് സെന്റൻസ് ആണ്? നമ്മൾ ഒത്തിരി തവണ ചെയ്തിട്ടുണ്ട് അല്ലെ. ഒബേ യുവർ പാരൻസ് എന്ന് പറയുന്നത് ഇമ്പറേറ്റീവ് സെന്റൻസ് ആണ് അല്ലെ. നമ്മൾ എന്താണ്? കമാൻഡ് അല്ലെ, റിക്വസ്റ്റ് ഒക്കെയാണ് നമ്മൾ ഇമ്പറേറ്റീവ് എന്ന് പറയുന്നത്. ഇമ്പറേറ്റീവ് സെന്റൻസ് ആണ്. അതിന്റെ ഒരു ഫോർമാറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്? ലെറ്റ് വേണം. പിന്നെ എന്ത്? ലെറ്റുള്ള ഒരൊറ്റ എണ്ണേ ഉള്ളൂ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതിൽ ലെറ്റ് ഉള്ളതായിരുന്നു എല്ലാം. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ വന്നേനെ. ഇവിടെ ലെറ്റ് ഉള്ളത് ഒന്നേ ഉള്ളൂ. ലെറ്റ് വേണം. അതിനുശേഷം എന്താണ്? ഒബ്ജക്റ്റ് എന്താണോ അത് വേണം അല്ലെ, യുവർ പാരൻസ്. പിന്നെ എന്ത് വേണം? ബി ഫോം വേണം. പ്ലസ് എന്താണ്? പാസ്റ്റ് പാർട്ടിസിപ്പിളും വേണം. അപ്പൊ എന്താണ്? പാസ്റ്റ് പാർട്ടിസിപ്പിളും വേണം. അപ്പൊ ഇതാണ് ഓപ്ഷൻ. ലെറ്റ്, ഒബ്ജക്റ്റ് പ്ലസ് ബി ഫോം ആണ്. ലെറ്റ് യുവർ പാരൻസ് ബി ഒബേയ്ഡ്. He always dash his homework before going bed എന്ന് പറഞ്ഞാൽ എന്താണ്? പുട്സ് ഓഫ് മീൻസ് എന്താണ്? പോസ്റ്റ്പോൺ ചെയ്യും അല്ലെ. എപ്പോഴും എന്ത് ചെയ്യും? ഇതിന് പോകുന്നതിന് മുമ്പ് തന്നെ പോസ്റ്റ്പോൺ ചെയ്യും. പിന്നെ ചെയ്യാന്നുള്ള. അപ്പൊ പോസ്റ്റ്പോൺ, അതാണ് പുട്ട് ഓഫ് എന്ന് പറയുന്നത്. അപ്പൊ പുട്ടപ്പ് എന്താണ്? പുട്ടപ്പ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടു റേസ് അല്ലെ, ഉയർത്തുക. ടു ബിൽഡ് എന്നൊക്കെ വരും. പുട്ട് ഔട്ട് എന്താണ്? പുട്ട് ഔട്ട് ദ ഫയർ എന്ന് പറയുമ്പോൾ എന്താണ്? ടു എക്സ്റ്റിങ്യൂഷ് അല്ലെ, തീ അണക്കുക എന്നുള്ളത്, എക്സ്റ്റിങ്യൂഷ്. ഇനി പുട്ട് അവേ എന്ന് പറയുമ്പോൾ എന്താണ്? ടു കീപ് സംതിങ് ഇൻ ദെയർ അല്ലെ, പ്രോപ്പർ വേ. അതായത് പുട്ട് അവേ എന്ന് പറയുമ്പോൾ എന്താ? ടു കീപ് തിങ്സ് ഇൻ ദെയർ പ്രോപ്പർ വേ.
അതാണ് പുട്ട് എവേ പറയുന്നത്. അപ്പൊ പുട്ട് ഓഫ് ഉണ്ട്, അതേപോലെ തന്നെ എന്താണ് പുട്ട് അപ്പ് ഉണ്ട്, പുട്ട് ഔട്ട് ഉണ്ട്, പുട്ട് എവേ ഉണ്ട്. അപ്പൊ പുട്ട് ഓഫ് പഠിച്ചു വെക്കുക എന്താണ്, പോസ്റ്റ്പോൺ ആണ്. വെൻ ഐ വാസ് യങ്ങർ ഐ വാസ് ഡാഷ് സ്വിമ്മർ ദാൻ എനിവൺ ഇൻ മൈ സ്കൂൾ. ഇവിടെ എന്താണ്, ഞാൻ ചെറുതായിരുന്നപ്പോൾ ഞാൻ എന്തായിരുന്നു, സിമ്മർ ആയിരുന്നു, അതായത് നല്ല സിമ്മർ ആയിരുന്നു, എന്റെ സ്കൂളിൽ എല്ലാവരേക്കാളും ഞാൻ നല്ല സിമ്മർ ആയിരുന്നു എന്നാ പറയേണ്ടത്. അപ്പൊ ഇവിടെ എന്താണ് പറയേണ്ടത്, ഇവിടെ നമുക്ക് കമ്പാരിറ്റീവ് ഡിഗ്രി വേണം അല്ലെ. അപ്പൊ ഇവിടെ എന്ത് വേണം, ഗുഡ് ആണ്, സോറി ബെറ്റർ ആണ് വരേണ്ടത്. എങ്ങനെയാണ്, ഗുഡ്, ബെറ്റർ, ബെസ്റ്റ്, ഇതല്ലേ എന്റെ ഫോം. കമ്പാരിറ്റീവ്, ഇത് പോസിറ്റീവ് ഡിഗ്രി, ഇത് അതിന്റെ കമ്പാരിറ്റീവ് ഡിഗ്രി, ഇതെന്റെ സൂപ്പർലൈറ്റീവ് ഡിഗ്രി. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ബെസ്റ്റ് ആണ് ആൻസർ ആയിട്ട്, സോറി ഓപ്ഷൻ സി ബെറ്റർ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. അല്ല, ബെറ്റർ സ്വിമ്മർ ദാൻ, ഈ ദാൻ വരുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ടോളർ ദാൻ, ഷോർട്ടർ ദാൻ ഒക്കെ പഠിച്ചിട്ടില്ലേ. സിമ്മർ ബെറ്റർ സിമ്മർ ദാൻ എനിവൺ ഇൻ മൈ സ്കൂൾ. എന്റെ സ്കൂളിൽ എല്ലാവരേക്കാളും ഞാനാണ് നന്നായിട്ട് എന്ത് ചെയ്യുന്നത്, സ്വിം ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. Even though Tina was angry, she decided to dash and not say anything hurtful. Even though Tina was angry, Tina എന്താണ് ഭയങ്കര ദേഷ്യത്തിലാണെങ്കിലും she decided to എന്താണ് വരേണ്ടത്, bite your tongue. bite your tongue എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ഒത്തിരി ദേഷ്യം വരുന്നുണ്ട്, നമുക്ക് എന്തൊക്കെയോ വായി തോന്നിയൊക്കെ വിളിച്ച് പറയണമെന്ന് തോന്നുന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്, എന്റെ നാവ് ഞാൻ കടിച്ചു പിടിക്കുക, അതായത് എന്താണ്, നമുക്ക് ആവശ്യമില്ലാത്തതൊന്നും പറയുന്നില്ല, അതാണ് നമ്മൾ bite your tongue എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ നമ്മുടെ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യുന്നു. അപ്പൊ എന്താണ്, bite your tongue ആണ് ഇവിടെ വരേണ്ടത്. break a leg. break a leg എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, wish you good luck. ഗുഡ് ലക്ക് വിഷ് ചെയ്യുന്നതിന് നമ്മൾ ഓൾ ദ ബെസ്റ്റ് എന്നൊക്കെ പറയത്തില്ല, അതിന് തന്നെ മറ്റൊരു ഫോമിൽ പറയുന്നതാണ് ബ്രേക്ക് എ ലെഗ്. ഇനി നെക്സ്റ്റ് എന്താണ്, ജംപ് ദ ഗൺ. ജംപ് ദ ഗൺ എന്ന് പറയുന്നതാണ് സ്റ്റാർട്ട് സംതിങ് ടു ഏർലി. ഓക്കെ, അപ്പൊ എന്താണ് ജംപ് ദ ഗൺ എന്ന് പറയുന്നത്, സ്റ്റാർട്ട് സംതിങ് ന്യൂ ഏർലി, അതായത് ഒരു പ്രോപ്പർ സമയത്തല്ല നമ്മൾ എന്താ തൊക്കിക്കേറി വെടിവെക്കുക എന്ന് പറയത്തില്ലേ, സെയിം തന്നെയാണ്. അതായത് നമ്മൾ എന്താ കറക്റ്റ് തുടങ്ങേണ്ട സമയമൊന്നുമില്ല, അതിന് മുമ്പേ തന്നെ ആ ഒരു കാര്യം തുടങ്ങുക, ചെയ്യുക, ആക്ട് ബിഫോർ ദ അല്ലെ, കറക്റ്റ് സമയത്തല്ലാണ്ട് നമ്മൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ ജംപ് ദ ഗൺ എന്ന് പറയുന്നത്. കീപ് യുവർ ചിന്നപ്പ്. കീപ് യുവർ ചിന്നപ്പ് എന്ന് പറയുന്നതാണ് സ്റ്റേ പോസിറ്റീവ്. അതായത് എന്താ, സിറ്റുവേഷൻ വളരെ മോശമാണെങ്കിൽ എന്താണ്, നമ്മൾ എന്താ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുക എന്നൊക്കെ പറയത്തില്ലേ, സെയിം മീനിങ് തന്നെയാണ്. ദ പ്ലൂറൽ ഫോം ഓഫ് ദ വേർഡ് കാക്ടസ്. കാക്ടസിന്റെ പ്ലൂറൽ ഫോം കാക്ടി ആണ്. ഇവിടെ കാക്ടസസ് പറയും, നമ്മുടെ കഴിഞ്ഞൊരു പരീക്ഷയ്ക്ക് കാക്ടസസ് വന്നിട്ട് രണ്ടും കൂടി വന്നിട്ട് ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു, അതേപോലെ ഒന്ന് പഠിച്ചു വെക്കണേ. ഫോക്കസ് എന്താണ് പ്ലൂറൽ ഫോം എന്ന് പറയുന്നത്, ഫോസി. പിന്നെ എന്താണ്, ന്യൂക്ലിയസ്, എന്താണ് ന്യൂക്ലിയൈ. പിന്നെ എന്ത് പറയാം, സ്റ്റിമുലസ്, സ്റ്റിമുലി. ഇതൊക്കെ എന്താണ്, ഇതിന്റെ പ്ലൂറൽ ഫോം ആണ്. നെക്സ്റ്റ് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന വിപരീതാർത്ഥം വരാത്ത ജോഡി ഏത്, ഒന്ന് പഠിച്ചു വെക്കണം. ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ്. പ്രത്യക്ഷം എന്താണ് വരേണ്ടത്, പരോക്ഷമാണ്. പ്രത്യക്ഷത്തിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് എന്താണ്, പരോക്ഷം. അപ്പൊ പഠിച്ചു വെക്കണം. ത്യാജം ഗ്രാഹ്യമാണ്, തുല്യം അതുല്യമാണ്, അവസരം അനവസരമാണ്. ഇവിടെ വിപരീതാർത്ഥം വരാത്തത് പ്രത്യക്ഷമാണ്. പ്രത്യക്ഷത്തിന്റെ കറക്റ്റ് വരേണ്ടത് എന്താണ്, പരോക്ഷമാണ്. ഓക്കെ, അതേപോലെ കുറച്ച് നോക്കിയാലോ നമുക്ക്. അർഹം എന്തായിരിക്കും, അർഹം എന്ന് പറയുന്നതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരേണ്ടത് അനർഹം. അർഹം ഓപ്പോസിറ്റ് ആണ് അനർഹം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇമ്പം. ഇമ്പം എന്താണ് ഓപ്പോസിറ്റ്, തുമ്പം. ഇമ്പം തുമ്പമാണ്. ഒളിവ്. ഒളിവ്. ഒളിവ് എന്തായിരിക്കും, തെളിവ്. ഓപ്പോസിറ്റ് ആണ് തെളിവ്. പിന്നെ എന്ത് പറയാം, ഉത്തരം. ഉത്തരഭാഗം എന്താണ് ഓപ്പോസിറ്റ് ആയിട്ട് വരേണ്ടത്, ദക്ഷിണം. പശ്ചിമമാണെങ്കിൽ എന്ത് വന്നം, പൂർവം വന്നം അല്ലെ. ഇനി റിജു. റിജു എന്താണ്, റിജു നേർരേഖ, അതിനെയാണ് റിജു എന്ന് പറയുന്നത്. വക്രം വളഞ്ഞത്. അപ്പൊ റിജു വക്രം. അർഹം അനർഹം, ഇമ്പം തുമ്പം, ഒളിവ് തെളിവ്, ഉത്തരം ദക്ഷിണം, ത്യാജ്യം ഗ്രാഹ്യം, തുല്യം അതുല്യം, അവസരം അനവസരം, പ്രത്യക്ഷം പരോക്ഷം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സഖാവിന്റെ പര്യായം. സഖാവ് എന്ന് പറയുമ്പോൾ ആരാണ്, സ്നേഹിതനെയാണ് നമ്മൾ സഖാവ് എന്ന് പറയുന്നത് അല്ലെ, നമ്മുടെ കൂട്ടുകാരനാണ് ആര്, സഖാവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. താമരക്കണ്ണന്റെ സമാസം ഏത്. താമരക്കണ്ണൻ എന്ന് പറയുമ്പോൾ സമാസം പറയുന്നത് ബഹുവ്രീഹിയാണ്. ബഹുവ്രീഹി എന്ന് പറയുന്നത് അതായത് നമ്മൾ ഇതിനെ വിഗ്രഹിച്ച് എഴുതുമ്പോൾ എന്താണ്, വേറൊരു പദത്തിനായിരിക്കും അവിടെ എന്താണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. നമുക്കറിയാം സമാസം എന്താണ്, രണ്ടുണ്ട്, ഒന്ന് ഉത്തരപദവും ഉണ്ട്, ഒന്ന് പൂർവ്വപദവും ഉണ്ട്, രണ്ട് വ്യത്യസ്ത, അതിന് രണ്ടിനും അല്ല ഇമ്പോർട്ടൻസ് വരേണ്ടത്. ഇവിടെ താമരക്കണ്ണൻ എന്ന് പറയുമ്പോൾ എന്താണ്, താമരയായ താമര പോലുള്ള കണ്ണുള്ളവനാണ്. കണ്ണിനെയും അല്ല അവിടെ പറയുന്നത്. അപ്പൊ ഇവിടുത്തെ രണ്ട് പദങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് താമരയും ഉണ്ട്, ഒന്ന് കണ്ണുമുണ്ട്. ഇവിടെ രണ്ടിനുമല്ല അവിടെ ഇമ്പോർട്ടൻസ്. താമര പോലുള്ള കണ്ണുള്ള വ്യക്തി
വ്യക്തിയെ ആണ് അവിടെ പറയുന്നത്. അപ്പൊ ഇമ്പോർട്ടൻസ് വരുന്ന ആർക്കാണ്? മൂന്നാമത്തെ അല്ലെ, വേറൊരു സാധനത്തിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ സമാസമാണ് പറയുന്നത് ബഹുവ്രീഹി എന്ന് പറയുന്നത്. ഇപ്പൊ എന്താ? കാർമേഘവർണ്ണൻ, കാർമേഘത്തിന്റെ നിറമുള്ളവൻ. അപ്പൊ കാർമേഘവും ഉണ്ട് അവിടെ, നിറവും ഉണ്ട്. അത് രണ്ടുമല്ല അവിടെ പറയുന്നത്. കാർമേഘത്തിന്റെ നിറമുള്ള ഒരു വ്യക്തി, അയാളെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ അവിടുത്തെ അതായത് ഉത്തരപദത്തിനും പൂർവ്വപദത്തിനും അല്ല അവിടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അവിടുത്തെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പുതിയൊരു അന്യപദത്തിനാണ് അവിടുത്തെ. അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? ബഹുവ്രീഹി സമാസം എന്ന് പറയുന്നത്. ഓക്കെ, താഴെ പറയുന്നവയിൽ ലോപസന്ധിക്ക് ഉദാഹരണം. എളുപ്പമാണ്. തണുപ്പുണ്ട്, തണുപ്പ് പ്ലസ് ഉണ്ട്. ലോപസന്ധി കണ്ടുപിടിക്കാനായിട്ട് എളുപ്പവഴി എന്ന് പറയുന്നത് എണ്ണി നോക്കുക. കണ്ട, 1 2 3 4 5 ലെറ്റേഴ്സ് ഉണ്ട്. അതിനെ ലോപിച്ച് വരുമ്പോഴേക്കും അത് 1 കുറഞ്ഞ് 4 ആയിട്ട് വരും. ഓക്കെ, അതേപോലെ ഇപ്പൊ പറഞ്ഞുതരാം. ഇല്ല, ഇല്ല പ്ലസ് എന്ന് 4 എണ്ണം ഉണ്ടല്ലോ, അതെങ്ങനെ നമുക്ക് ലോപിച്ച് വരും? ഇല്ലെന്ന്. കണ്ട, 3 ആയിട്ട് മാറി. പിന്നെന്താണ്? കണ്ടു, കണ്ടു പ്ലസ് ഇല്ല, എങ്ങനെ വരും അത് ലോപിച്ച്? കണ്ടില്ല, കണ്ടു പ്ലസ് ഇല്ല, കണ്ടില്ല എന്ന് വരും. അടുത്തത് പോയി, പോയി പ്ലസ് ഇല്ല, എങ്ങനെയായിട്ട് വരും അത്? പോയില്ല എന്ന് വരും. കണ്ടോ, ഇതൊക്കെ ലോപസന്ധിക്ക് ഉദാഹരണങ്ങളാണ്. ഗണപതിക്ക് കുറിക്കുക. എന്താണ്? ആരംഭിക്കുക. നമുക്കറിയാലേ, ഗണപതിക്ക് കൊടുത്ത് വേണം തുടങ്ങാൻ എന്നൊക്കെ പറയുമ്പോൾ അതിന് ആരംഭിക്കുന്നതിനെയാണ് നമ്മൾ ഗണപതിക്ക് കുറിക്കുക എന്ന് പറയും. ഗണപതിക്ക് കൊടുത്തോ എന്നൊക്കെ ചോദിക്കില്ല. സംഭവം ഇത്രയേ ഉള്ളൂ, ആരംഭിക്കുന്നതിനെയാണ്. അവൻ എന്ന പദം പിരിച്ചെഴുതുമ്പോൾ ഒത്തിരി തവണ നമ്മൾ പഠിച്ചു. ആ പ്ലസ് അന്നാണ് അവൻ, അല്ലെ? അതേപോലെ ആ പ്ലസ് അൾ എന്താണ്? അത് അവളാണ്. ആ പ്ലസ് അൾ അവളാണ്. ഈ പ്ലസ് അൾ എന്തായിരിക്കും? ഈ പ്ലസ് അൾ എന്ന് പറയുമ്പോൾ അത് ഇവളായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അലിംഗ ബഹുവചനം. അലിംഗ ബഹുവചനം എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ ആണാണോ പെണ്ണാണോ എന്ന് മനസ്സിലാവരുത്. മിടുക്കർ, അല്ലെ? അവിടെ എന്താണ്? അത് ആണുങ്ങളും ആകാം പെൺകുട്ടികളും ആകാം മിടുക്കർ എന്ന് പറയുമ്പോഴേക്കും, അല്ലെ? അപ്പൊ അവിടെ എന്താണ്? അത് അലിംഗ ബഹുവചനമാണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ നപുംസക ലിംഗത്തിന് ഉദാഹരണം. നപുംസകം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആണും പെണ്ണും അല്ല, ആ ഒരു കാറ്റഗറിയാണ് നമ്മൾ നപുംസകം എന്ന് പറയുന്നത്. ഈ അതിന് ഒരു ഇതുണ്ട് കേട്ടോ, നമുക്ക് പഠിക്കാനുണ്ട്. ഏവൻ, ഏവൻ എന്ന് പറയുന്നത് എന്താണ്? പുല്ലിംഗമാണ്. ഏവൾ എന്ന് പറയുന്നത് സ്ത്രീലിംഗമാണ്. ഏത് എന്ന് പറയുന്നത് നപുംസകലിംഗമാണ്. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. തൂ ഒക്കെ വരും. അതേപോലെ കേമൻ, കേമൻ എന്ന് പറയുന്നത് പുല്ലിംഗമാണ്. സ്ത്രീലിംഗം വരുമ്പോൾ എന്ത് വരും? കേമൻ, കേമി വരും. അടുത്ത എന്താണ്? നപുംസകലിംഗം എന്ന് പറയുമ്പോൾ കേമം എന്ന് വരും. നമ്മുടെ കേരള പാണിനിയത്തിൽ തന്നിരിക്കുന്നതാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് അതിന്റെ സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ ഗ്രൂപ്പിൽ ഇട്ടിരിക്കാം, നിങ്ങൾക്ക് ഒന്ന് വായിച്ചു നോക്കാം. അതേപോലെ കള്ളൻ, കള്ളൻ എന്ത് വരും? കള്ളി. അടുത്ത എന്തായിരിക്കും? നപുംസകമാണെങ്കിൽ കള്ളം എന്ന് വരും. നെക്സ്റ്റ് അതേപോലെ തന്നെയാണ് അവൻ, അവൻ, അവൾ, അത് എന്ന് വരും. ഇതൊക്കെ എന്താണ്? നമ്മുടെ നപുംസകലിംഗമായിട്ട്. ഇത് പുല്ലിംഗം, ഇത് സ്ത്രീലിംഗം, ഇത് നപുംസകലിംഗമാണ്. അതു എന്ന് പറയുമ്പോൾ ശരിക്കും ഇങ്ങനെയാണ് അതിൽ നമുക്ക് തരുന്നത്. അതു. ഓക്കെ, അപ്പൊ ഇവിടെ ഏതാണ് നപുംസകലിംഗം? ഏത് എന്നുള്ളതാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അനാച്ഛാദനത്തിന്റെ ശരിയായ ഉച്ചാരണം ഏതെന്നാ ചോദിച്ചിരിക്കുന്നത്. അനാച്ഛാദനം എന്ന് പറയുമ്പോൾ ഇവിടെ ഏതാണ് വരേണ്ടത്? ഓപ്ഷൻ ബി ആണ് കേട്ടോ വരേണ്ടത്. ഇങ്ങനെയാണ് അത് എഴുതേണ്ടത്, അനാച്ഛാദനം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അക്ഷന്തവ്യത്തിന് സമാനമായ പദം ഏത്? അക്ഷന്തവ്യം എന്ന് പറയുന്നത് ക്ഷമിക്കത്തക്കതല്ലാത്തത്, ക്ഷമിക്കാൻ പറ്റാത്തതിനെയാണ് നമ്മൾ അക്ഷന്തവ്യം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ ഫ്രൂട്ട് സെല്ലർ ഈസ് സെല്ലിംഗ് ആപ്പിൾ അറ്റ് ദ റേറ്റ് ഓഫ് 240 പെർ കിലോഗ്രാം. 240 രൂപയ്ക്ക് വിറ്റപ്പോൾ അയാൾക്ക് എന്ത് സംഭവിച്ചു? 60% ലാഭം നേടി അയാള്. 1 കിലോഗ്രാം ആപ്പിളിന്റെ യഥാർത്ഥ വില എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് 240 എന്ന് പറയുന്നത് ഈ 160% അല്ലെ? മനസ്സിലായല്ലോ. അതായത് 60% ലാഭം കിട്ടി. 100% അതിന്റെ ഒറിജിനൽ വില. അതിൽ 60% ലാഭം കിട്ടിയപ്പോഴാണ് അതെന്ത് 240 ആയത്. അങ്ങനെയാണെങ്കിൽ യഥാർത്ഥ വിലയാണ് ചോദിച്ചിരിക്കുന്നത്. 100% എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെ വരുമ്പോൾ നമുക്കറിയാം എന്ത് ചെയ്യണം? ക്രോസ് ചെയ്യണം. 2 എണ്ണമുള്ളതിനെ മുകളിൽ എഴുതണം, 1 എണ്ണമുള്ളതിനെ താഴെ എഴുതണം. ഓക്കെ, 0 0 കട്ടായി പോയി. ഇവിടെ എത്രയാണ്? 3 കൊണ്ട് 8 കൊണ്ട് കട്ട് ചെയ്താൽ 3 24. ഇവിടെ എത്ര വരും? 8 × 2 16. ഇതും കൂടി കട്ടായി പോകും 5 തവണ. 50 × 3 എന്ന് പറയുന്നത് 150 രൂപ. 150 രൂപയ്ക്ക് ആപ്പിൾ വിറ്റപ്പോഴാണ് അയാൾക്ക് എന്ത്? 150 രൂപയുടെ ആപ്പിള് 240 രൂപയ്ക്ക് വിറ്റപ്പോഴാണ് അയാൾക്ക് എന്ത് സംഭവിച്ചത്? 60% ലാഭം കിട്ടിയത്. പാൽ വിൽക്കുന്ന ഒരാൾ വെള്ളം ചേർത്തിരിക്കുന്നു. ഓക്കെ, 60 ലിറ്റർ പാലുമുണ്ട്. 60 ലിറ്റർ പാലുമുണ്ട്, 15% വെള്ളവുമുണ്ട്.
പുതിയ മിശ്രിതത്തിന്റെ ജലത്തിന്റെ അളവ് 10% എത്ര ലിറ്റർ പാല് ചേർക്കണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം എന്താ, അപ്പൊ വെള്ളത്തിനവിടെ മാറ്റമൊന്നുമില്ല. വെള്ളം ഓൾറെഡി 15% നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഈ 60 ലിറ്ററിന്റെ 15% എത്രയെന്ന് കണ്ടുപിടിക്കാം. ഈ 60 ലിറ്ററിന്റെ 15 എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. നമുക്കറിയാം 10% എന്ന് പറയുന്നത് 6ആണ്. 5% എന്ന് പറയുമ്പോൾ 6ന്റെ പകുതി 3ആണ്. അതായത് 15 എന്ന് പറയുമ്പോൾ 9 ലിറ്റർ ആണ്. ഓക്കെ, അപ്പൊ 60 ലിറ്റർ പാലുമുണ്ട്, 9 ലിറ്റർ വെള്ളവുമുണ്ട്. ഇതാണ് പാല്, ഇതാണ് വെള്ളം. ഇനി എന്താണ് നമുക്ക് ചെയ്യേണ്ടത്? ഇതിന് മാറ്റമൊന്നും പാടില്ല. വെള്ളം 9 ലിറ്റർ തന്നെയാണ്. അവിടെ എന്ത് ചെയ്യണം? നമ്മൾ പാല് കൂട്ടി കൊടുക്കണം. അപ്പൊ നമുക്ക് എന്താണ് ഈ 9 എന്ന് പറയുന്നത് എന്തായിരിക്കണം? 10% പാടുള്ളൂ. അതായത് 10% 9 ആണെങ്കിൽ എത്ര വേണം? 100%. അതായത് അതിന്റെ കണ്ടുപിടിച്ചാൽ മതി. ഏതിന്റെയോ 10% ഈ പറയുന്ന 9. അപ്പൊ ഏതിന്റെയാന്ന് കണ്ടുപിടിച്ചാൽ മതി. 100% കണ്ടുപിടിക്കുക, ക്രോസ് ചെയ്യുക. ഇവിടെ എന്ത് വരും? 100 × 9/10 എന്ന് വരും, 90. അപ്പൊ എന്ത് വേണം? 90 ലിറ്റർ പാലാണ് അവിടെ വേണ്ടത്. അതിനാണ് 9 ലിറ്റർ വെള്ളം വേണ്ടത്. അപ്പോഴാണ് 90 ലിറ്ററിന്റെ 10% അല്ലെ, പാലിന്റെ 10% വെള്ളം വേണ്ടത്. അപ്പൊ ഓൾറെഡി അവിടെ 60 ലിറ്റർ പാലുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? 90 ആക്കാനായിട്ട് 30 ലിറ്ററും കൂടി ചേർത്ത് കൊടുത്താൽ മതി. സോ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, ഒരു പ്രത്യേക ജോലി 10 പുരുഷന്മാർക്കോ, ഓർ ക്വസ്റ്റ്യൻ ആണ്, 10 പുരുഷന്മാർക്കോ 15 സ്ത്രീകൾക്കോ 24 ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുമെങ്കിൽ, ഇവിടെ പറഞ്ഞിങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. 10, 15, 24, 4, 9 എത്ര ദിവസം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോഴേക്കും ഇവിടെ പറയുന്നത് ഓർ ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒന്നുകിൽ 10 പുരുഷന്മാർക്ക് 24 ദിവസം, അല്ലെങ്കിൽ 15 സ്ത്രീകൾക്ക് 24 ദിവസം. അത് 4 സ്ത്രീകളും 9 സ്ത്രീകളും 4 പുരുഷന്മാരും ചേർന്നാണെങ്കിൽ, അപ്പൊ ഇവിടെ ചെയ്യേണ്ടത് നിങ്ങൾ മുകളിലുള്ളത് നേരെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. ഡിവൈഡ് ബൈ ഈ തന്നിരിക്കുന്ന പെയറിനെ ക്രോസ് ചെയ്ത് പ്ലസ് ചെയ്ത് വെക്കുക. എങ്ങനെയാ? 10 × 9 എന്ന് പറയുമ്പോൾ 90 അല്ലെ, ഇത് 90 വരും. 15 × 4 എന്ന് പറയുമ്പോൾ 60 വരും. ഓക്കെ ആണല്ലോ. അപ്പൊ അതിനെങ്ങനെയാണ് ചെയ്യേണ്ടത്? 15 × 4 60 എന്ന് പറയുമ്പോഴേക്കും 90 60 കൂടി കൂട്ടുമ്പോൾ 150 കിട്ടും. ഓക്കെ, ഡിവൈഡഡ് ബൈ 180. കണ്ട, ക്രോസ് ചെയ്ത് പ്ലസ് ചെയ്തിട്ടാൽ മതി. ഇത്രയും ചെയ്താൽ മതി, നമ്മുടെ ആൻസർ കിട്ടും. 15ഉം 10ഉം കൂടി കൂട്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 150 ആണ്. ബാക്കി എത്രയാണ്? 24. സോ ഓപ്ഷൻ എ ആണ് ആൻസർ എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ഇങ്ങനെ പറയാണ്, 6 പുരുഷന്മാരോ 10 സ്ത്രീകളോ ഒരു ജോലി 8 ദിവസം കൊണ്ട് തീർക്കുകയാണെങ്കിൽ 3 പുരുഷന്മാരും 2 സ്ത്രീകളും കൂടി ചേർന്ന് എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നിങ്ങൾ ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. ഇത് തമ്മിൽ ക്രോസ് ചെയ്ത് 6 2 12, 10 × 3 30. എന്ത് ചെയ്യണം? 6 × 10 × 8 എഴുതണം. ഡിവൈഡ് ബൈ 12 + 30 കൂട്ടി 42 താഴെ എഴുതണം. മനസ്സിലായല്ലോ? ഇതാണ് അതിന്റെ മെത്തേഡ് എന്ന് പറയുന്നത്. ഓർ ക്വസ്റ്റ്യൻ ആണ്, നോക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത്? തേർഡ് ടേമോ ആൻഡ് ദ 10th ടേം. 3ാം പദം എന്ന് പറയുന്നത് 10ാം പദവും എന്താന്ന് പറഞ്ഞിരിക്കുന്നത്? 3ാം പദം എത്രയാണ്? 3ാം പദം 11. 10ാം പദം 10th ടേം എന്ന് പറയുന്നത് 60 ആണെങ്കിൽ 13ാം പദം എത്രയെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. A+3 എന്ന് പറയും, അല്ല, 3ാം പദം എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? A+2D. നമ്മൾ ഒത്തിരി തവണ ചെയ്തിട്ടുണ്ടല്ലേ ഇത്. 11 വരും. A+9D എന്ന് പറയുന്നത് 60 വരും. നമുക്ക് എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് ഇതങ്ങ് കുറച്ച് നോക്കാം അല്ലെ. വലുതിൽ നിന്ന് ചെറുത് കുറക്കുമ്പോൾ A+9D 60 ആണ്. A+2D എന്ന് പറയുന്നത് 11 ആണ്. നമുക്ക് A ക്യാൻസൽ ചെയ്യാം, മൈനസ് ചെയ്താൽ മതി. അപ്പോൾ എന്ത് വരും? എയിൽ നിന്ന് A പോയാൽ 0, 9ൽ നിന്ന് 2 പോയാൽ 7D, 60ൽ നിന്ന് 11 പോയി കഴിഞ്ഞാൽ 49 വരും. അതായത് D എന്ന് പറയുന്നത് 49 ഡിവൈഡ് ബൈ 7, 7 ആണ് ആൻസർ എന്ന് പറയുന്നത്. ഇനി A+2D 11 ആണ്. A+2 × 7, ഡിയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു, 11 ആണ്. A+14 എന്ന് പറയുന്നത് 11, A എന്ന് പറയുന്നത് 11 - 14, അതായത് -3 ആണ് എയുടെ വാല്യൂ. എയും അറിയാം ഡിയും അറിയാമെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? 13ാം പദം കണ്ടുപിടിക്കണം. A+12D കണ്ടുപിടിക്കണം. A+12D എന്ന് പറയുന്നത് -3 + 12 × 7 എന്ന് വരും. -3 + 12 × 7 എന്ന് പറയുമ്പോഴേക്കും എത്ര വരും? 84 വരും അല്ലെ. 7 14, 84. 84ൽ നിന്ന് 3 കുറക്കുമ്പോൾ 81. വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ സൈൻ. അപ്പൊ ഓപ്ഷൻ സി 81 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. അമൽ ജോസഫ് പ്രതിവർഷം 6.7% നിരക്കിൽ ലളിതമായ പലിശ സഹിതം 2 വർഷത്തേക്ക് 4.25 ലക്ഷം രൂപ ലോൺ എടുത്തു. 2 വർഷത്തിനൊടുവിൽ
അടയ്ക്കേണ്ട മൊത്തം പലിശ എന്ന് പറയുന്നത് അയാളുടെ പ്രതിമാസ ശമ്പളത്തിന്റെ 68%. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഐ കണ്ടുപിടിക്കണം. സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ലേ പറഞ്ഞിരിക്കുന്നത്, സാധാരണ പലിശയാണെന്നാണ്. ഐയുടെ ഇക്വേഷൻ എന്താണ്? PNR ഡിവൈഡ് ബൈ 100 ആണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ പി എന്ന് പറയുമ്പോൾ എത്രയാണ്? 4.25 ലക്ഷം രൂപ. നമുക്ക് എങ്ങനെ എഴുതാം? 4,25,000 രൂപ ഇൻറ്റു എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇയർ എന്ന് പറയുന്നത് 2 വർഷമാണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 6.7 ഡിവൈഡ് ബൈ 100 ചെയ്യണം. 0 കട്ടായിപ്പോയി. ഇവിടെ എത്ര വരും? 4,250 ഇൻറ്റു 2 ഇൻറ്റു 6.7 എന്ന് പറയുന്നത് 56,950 രൂപയാണ് പലിശ നിരക്കിൽ. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് കേട്ടോ ഇത് പലിശ നിരക്കിൽ കിട്ടുന്നത്, അടയ്ക്കേണ്ട എമൗണ്ട് എന്ന് പറയുന്നത്. ഇനി പറയുന്നത് ഈ എമൗണ്ട് എത്രയാണെന്ന് അയാളുടെ ശമ്പളത്തിന്റെ 68% പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ 68% എന്ന് പറയുന്നത് ഈ പറയുന്ന 56,950 എങ്കിൽ അതിന്റെ 100%, അതായത് ശമ്പളം എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്രോസ് ചെയ്യുക. ഇവിടെ എന്ത് വരും? 56,950 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 68 എന്ന് വരും. ഓക്കെ, ഇത് ശരിക്കും നമുക്കിവിടെ 2 കൊണ്ട് കട്ട് ചെയ്യുമ്പോഴേക്കും ഇവിടെ 34 വരും. ഇവിടെ 2028 475 എന്ന് വരും. ഇത് ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഒന്ന് ഓർത്ത് വെക്കുക. 83,780 ആണ്. ഓപ്ഷൻ എ ആണ്. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ഒക്കെ ചെയ്യുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 83,780. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. കുറച്ചവിടെ നമുക്ക് ഈ ഒരു ഇതിൽ 1-2 ക്വസ്റ്റ്യൻ ഇങ്ങനെ ഇത്തിരി എന്താണ് കാൽക്കുലേഷൻസ് കുറച്ചധികം ഉള്ളതുണ്ടായിരുന്നു. ആ ഗണത്തിൽ പെടുന്നതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഇൻ എ സർട്ടൻ കോഡ് ഫ്രണ്ട് ഈസ് റിട്ടൺ ആസ് ഫ്രണ്ടിനെ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? FRIEND. ഫ്രണ്ടിനെ ETHGMF എന്ന് എഴുതി. അങ്ങനെയാണെങ്കിൽ ലവറിനെ എങ്ങനെ എഴുതുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എഫ് നോക്കിക്കേ, എഫ് കഴിഞ്ഞിട്ട് -1 ആണ് ചെയ്തിരിക്കുന്നത് അല്ലെ. എഫിൽ നിന്ന് -1 ആണ്. R കഴിഞ്ഞ് നോക്കിക്കേ +2 ആണ്. RST. I കഴിഞ്ഞിട്ട് -1 ആണ്. E കഴിഞ്ഞിട്ട് +2 ആണ് ചെയ്തിരിക്കുന്നത്. N കഴിഞ്ഞിട്ട് -1. ഇവിടെ എന്താണ്? +2 ആണ് ചെയ്തിരിക്കുന്നത്. ആ ഫോർമാറ്റ് തന്നെ ഇവിടെ നോക്കിയാൽ മതി. -1 ചെയ്യുമ്പോൾ K1M അല്ലെ. ഇനി എന്താ? +2 എന്ന് പറയുമ്പോൾ എന്താണ്? OPQNM. KQ ഉള്ളത് ഒരൊറ്റ തന്നെ ഉള്ളൂ. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. ഫൈൻഡ് ദ നെക്സ്റ്റ് നമ്പർ ഓഫ് ദ സീക്വൻസ്. നെക്സ്റ്റ് നമ്പർ കണ്ടുപിടിക്കേണ്ടത്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? 0, 4, 18, 48, 100 എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഇവിടെ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്? ഇത് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഇവിടുത്തെ ലോജിക്ക് എന്താണെന്ന് ആദ്യം കണ്ടുപിടിക്കണം. എന്താണ് ഇവിടുത്തെ ലോജിക്കായിട്ട് വരേണ്ടത് നോക്കിക്കേ. അതായത് ഇവിടെ നോക്കിക്കേ, ഇവിടെ 1ന്റെ ക്യൂബിൽ നിന്ന് 1 കുറക്കുമ്പോൾ നമുക്കറിയാം 1 - 1 0 കിട്ടും. 2ന്റെ ക്യൂബിൽ നിന്ന് 2ന്റെ സ്ക്വയർ കുറക്കുമ്പോൾ നമുക്കറിയാം 8 - 4 4 കിട്ടും. നെക്സ്റ്റ് നോക്കാം. 3ന്റെ ക്യൂബിൽ നിന്ന് 3ന്റെ സ്ക്വയർ കുറക്കണം. 3ന്റെ ക്യൂബ് എന്ന് പറയുന്നത് 27. 27ൽ നിന്ന് 9 കുറക്കുമ്പോൾ 18 കിട്ടും. നെക്സ്റ്റ് 4ന്റെ ക്യൂബിൽ നിന്ന് 4ന്റെ സ്ക്വയർ കുറക്കണം. 4ന്റെ ക്യൂബ് എന്ന് പറയുന്നത് 64ൽ നിന്ന് 18 കുറയ്ക്കുമ്പോൾ 48 കിട്ടും. നെക്സ്റ്റ് 5ന്റെ ക്യൂബിൽ നിന്ന് 5ന്റെ സ്ക്വയർ കുറക്കണം. 5ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോഴേക്കും എത്ര വരും? 125 - 25 എന്ന് വരും. ആൻസർ എത്ര വരും? 100 വരും. അപ്പൊ അടുത്ത് എന്തായിരിക്കണം വരേണ്ടത്? 6ന്റെ ക്യൂബിൽ നിന്ന് 6ന്റെ സ്ക്വയർ കുറയ്ക്കുക. 6ന്റെ ക്യൂബ് എന്ന് പറയുന്നത് 216 ആണ്. 6ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 36 ആണ്. ആൻസർ എത്ര വരും? 180 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, ഓപ്ഷൻ ബി 180 വരും ആൻസർ. നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇത് ഇത്തിരി കൺഫ്യൂസിങ് ആണ് ഈ ക്വസ്റ്റ്യൻസ്. ഇത് ക്യാൻസൽ ചെയ്തിട്ടില്ല. എൻ്റെ ആൻസർ കറക്റ്റ് ഉണ്ട്, പക്ഷെ മലയാളത്തിൽ വായിച്ച് നമുക്കൊന്നും മനസ്സിലാകില്ല. ഗീതു വാസ് ആസ്ക്ഡ് ഹൗ മെനി ബുക്സ് ഷീ ഹാഡ് ഇൻ ഹെർ ബാഗ്. അവളുടെ ബാഗിൽ എത്ര പുസ്തകമുണ്ടെന്ന് ചോദിക്കുവാണ്. ഷീ റിപ്ലൈഡ് ദാറ്റ് ദെയർ വെയർ ഓൾ ഫിക്ഷൻസ് ബട്ട് 6. അതായത് എന്താണ്? 6 പുസ്തകങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം എന്താണെന്ന് പറയുന്നത്? ഫിക്ഷൻസ് ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, 6 പുസ്തകം ഒഴികെ ഫിക്ഷൻ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്? അപ്പൊ 6 പുസ്തകം ഒഴികെന്ന് പറയുമ്പോൾ ബാക്കി 6 പുസ്തകം നമ്മുടെ കയ്യിൽ GK ബുക്ക് ഉണ്ട്, നോവൽ ഉണ്ട്, ഫിക്ഷൻ ഉണ്ട്. 6 പുസ്തകം ഒഴികെന്ന് പറയുമ്പോൾ ബാക്കിയുള്ളത് GKയും ആകാം, നോവലും ആകാം. ഓക്കെ, നെക്സ്റ്റ് എന്താ പറയുന്നത് നോക്കിക്കേ. ഓൾ ജനറൽ നോളജ് ബുക്സ് ബട്ട് 3 അല്ലെ. ജനറൽ നോളജ് അല്ലാത്ത ബുക്ക് എന്ന് പറയുമ്പോൾ GK അല്ലാത്തതെന്ന് പറയുന്നത് 3 ബുക്ക് ഉണ്ട്. അപ്പൊ അവിടെ എന്ത് വരും? നോവലും ആകാം, അവിടെ ഫിക്ഷനും ആകാം, 3 എണ്ണം. പിന്നെ പറയുന്നത് എന്താണ്? ബട്ട് 3 ആൻഡ് ഓൾ നോവൽസ് ബട്ട് 5. ബാക്കിയുള്ളത് എന്താണ്? 5 എണ്ണം ഉണ്ട് അല്ലെ. 5 എണ്ണത്തിൽ എന്താണ്? നോവൽ അല്ലാത്ത ബുക്കുകളാണ് പറയുന്നത്. നോവൽ അല്ലെന്ന് പറയുമ്പോൾ അത് എന്താകാം?
ഒന്നുകിൽ ഫിക്ഷൻ ആകാം, അല്ലെങ്കിൽ ജനറൽ നോളജ് ആകാം. ഇനി നോക്കി ഇതെല്ലാം കൂടി കൂട്ടി നോക്കാം നമുക്ക്. 6+3+5 എന്ന് പറയുന്നത് 14 ബുക്കാണ് നമുക്ക് ഇങ്ങനെ വരുന്നത്. അവിടെ എന്താണ്, ഫസ്റ്റ് കേസിൽ നമ്മൾ ജനറൽ നോളജും കൂട്ടുന്നുണ്ട്, നോവൽസും കൂട്ടുന്നുണ്ട്. നെക്സ്റ്റ് നോവലും ഉണ്ട്, ഫിക്ഷനും ഉണ്ട്. നെക്സ്റ്റ് എന്താണ്, ഫിക്ഷനും ഉണ്ട്, ജനറൽ നോളജും ഉണ്ട്. അപ്പോൾ നോക്കിക്കേ എല്ലാം 2 വട്ടം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ 2 × G+N+F എന്ന് വരും. അതാണ് ഈ പറയുന്ന 14. അതായത് GK ഉള്ളതും നോവൽ ഉള്ളതും ഫിക്ഷൻ ഉള്ളതും കൂടി കൂട്ടുമ്പോഴേക്കും 14 ഡിവൈഡ് ബൈ 2 7 ബുക്കുകളാണുള്ളത്. ഓക്കെ, അപ്പൊ 7 ബുക്കിൽ ബാക്കി എന്താണ് പറയുന്നത്, ഒരു ബുക്ക് എന്തായിരിക്കും, നോവലായിരിക്കും അല്ലെ. ആദ്യം അങ്ങനെയല്ലേ, ഒരു ബുക്ക് ഫിക്ഷൻ ആയിരിക്കും, ബാക്കിയുള്ള 6 എണ്ണം എന്താണ്, ജനറൽ നോളജും നോവലും ആയിരിക്കും. അതാണ് ആ പറയുന്നത്. ഇത്തിരി കൺഫ്യൂസിങ് ആണ് ഈ ക്വസ്റ്റ്യൻ. മലയാളം വായിച്ചാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. നെക്സ്റ്റ് നോക്കാം. ഹൗ മെനി ഡേയ്സ് ദർ വിൽ ബി ഇൻ ഫ്രം ദ റിപ്പബ്ലിക് ഡേ ഓഫ് 2016 ടു ദ ഇൻഡിപെൻഡൻസ് ഡേ ഓഫ് 2016. അതായത് പറയുന്നത് ഇത്രയേ ഉള്ളൂ, ജനുവരി 26 മുതൽ ഓഗസ്റ്റ് 25 വരെ എത്ര ദിവസം ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജനുവരി പിന്നെ എന്താ പറയുന്നത്, 2 ദിവസങ്ങളും ഉൾപ്പെടുത്തി വേണം പറയാനായിട്ട്. അതായത് ജനുവരി കംപ്ലീറ്റ് ആകാൻ, ജനുവരിയിൽ നമുക്കറിയാം 31 ദിവസമുണ്ട്. സോ അത് കംപ്ലീറ്റ് ആകാനായിട്ട് എത്ര വേണം, ബാക്കി 5 ദിവസം. അതിൽ ജനുവരി 26 കൂടി ഉൾപ്പെടുത്തണം. സോ ഇവിടെ ബാക്കി 6 ഉണ്ട്. ജനുവരി കഴിഞ്ഞാൽ ഫെബ്രുവരി 2016 ആണ് പറഞ്ഞിരിക്കുന്നത്. അതെന്താണ്, ഒരു ലീപ്പ് ഇയർ ആണ്. സോ അവിടെ 29 ദിവസമുണ്ട്. പിന്നെ ജനുവരി ഫെബ്രുവരി മാർച്ചിൽ 31 വരും, മാർച്ച് ഏപ്രിൽ 30 വരും. പിന്നെ എന്താണ്, മെയ്യിൽ 31 ദിവസമുണ്ട്. ജൂൺ ആണെങ്കിൽ 30 ദിവസം വരും. ജൂലൈ 31 വരും. ഓഗസ്റ്റ് 15 വരെ മതി. ഓക്കെ, 15 ഇൻക്ലൂഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ടോട്ടൽ വരുന്നത് 203 ദിവസമാണ് വരുന്നത്. ആൻസർ ഏതാണ്, ഓപ്ഷൻ ബി 203 വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. 5 കുടുംബങ്ങളുള്ള ഒരു കുടുംബത്തിൽ പിയും എന്നത് ക്യൂയുടെ സഹോദരിയാണ്. അപ്പൊ പിയും ക്യൂവും ആരാണ്, സഹോദരങ്ങളാണ്. അവരുടെ പിതാവാണ് ആര്, എസ് എന്ന് പറയുന്നത്. എസിന്റെ ഭാര്യ എന്ന് പറയുന്നത് ആരാണ്, ടി. ഇവര് ഭാര്യ ഭർത്താക്കന്മാരാണ്. ഓക്കെ, അപ്പൊ ഇവരുടെ അച്ഛനാണ് എന്ത്, എസും ടി എന്ന് പറയുന്നത്. ഇനി എന്താ പറയുന്നത്, ഏക മകനായ ആർ, ഇവരുടെ ഏക മകനാണ് ആറ് എന്ന് പറയുന്നത് ആരായിരിക്കും, അപ്പൊ ഇവര് 3 പേരും എന്താണ്, സഹോദരങ്ങളാണ് അല്ലെ. ടി ക്യൂവുമായിട്ടുള്ള ബന്ധം എന്താ എങ്കിൽ ടിയുമായി ക്യൂ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, ഇത് ആരായിരിക്കും, ടിയും ക്യൂ. ഇത് ടി അമ്മയാണെങ്കിൽ ഇത് ആരായിരിക്കണം, ഇത് ഏക മകനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതാണ് ആൺകുട്ടി, ബാക്കി 2 പെൺകുട്ടികളാണ്. അപ്പൊ എസിനും ടിനും എന്താണ്, 3 മക്കളുണ്ട്, ഒരാണും 2 പെണ്ണും. അപ്പൊ അതിൽ ആരായിരിക്കും, ക്യൂ എന്ന് പറയുന്നത് ഡോട്ടർ ആയിരിക്കും, മകളായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറും SCERT ക്ലാസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്